ബന്ദികളെ വധിക്കാനും മടിക്കില്ലെന്ന് ഹമാസിന്റെ പുതിയ ഭീഷണി. ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള വിഷയമായിട്ട് ഈ സംഭവം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. നിലവിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അസ്തമിച്ച സ്ഥിതിയാണ് നിലവിലുള്ളത്. പരസ്പരം വൈരുദ്ധ്യങ്ങളായിരിക്കുന്ന പല നിലപാടുകളും രണ്ട് വിഭാഗവും എടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യോജിപ്പിക്കാൻ സാധിക്കാത്ത പ്രയാസങ്ങളുണ്ട്. ആയുധം വെച്ച് കീഴടങ്ങണമെന്നാണ് ഇസ്രായേൽ ഹമാസിനോട് പറഞ്ഞത്. രാജ്യം വിട്ട്, അതായത് ഗസ വിട്ടു പോകണം എന്നാണ് അവർ ഇസ്രായേലിനോട് പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങളെയും കൂടി കൂട്ടി യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പിന്നെ മധ്യസ്ഥ ശ്രമം എന്ന നിലക്ക് അറബ് രാജ്യങ്ങളോട് ഗസയുടെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അതിന് സൗദി അറേബ്യ അടങ്ങുന്ന രാജ്യങ്ങൾ അതിന് തയ്യാറാകുന്നുമില്ല. ഇപ്പോഴത്തെ സംഘർഷം മുറ്റിയിരിക്കുന്ന ഒരു ദേശം വളരെ പെട്ടെന്ന് തന്നെ ഭരണം നടത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുണ്ടാകുന്ന കാര്യമാണ്. അതിനാൽ തങ്ങൾ അതിന് തയ്യാറല്ലെന്ന് ഖത്തർ പറഞ്ഞു, ഈജിപ്ത് പറഞ്ഞു, സൗദി അറേബ്യ പറഞ്ഞു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് ആ ദൗത്യം പരാജയപ്പെട്ടു എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ പുതിയൊരു വിഷയം എന്ന് പറയുന്നത് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കാര്യം വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് അല്ലെ വിഷയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും.